ഒരു സംശയവും വേണ്ട, പരീക്ഷ ടഫ് തന്നെയായിരിക്കും. 9ാം ക്ലാസ്സിലെ പരീക്ഷ അത്യാവശ്യം കടുകട്ടിയായിട്ടാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് വന്നത്. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും ഫൈനൽ എക്സാമിനും ഉണ്ടാവുക. അതുകൊണ്ട് ആരും തന്നെ എളുപ്പമായിരിക്കും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുമെന്നൊന്നും വിചാരിക്കേണ്ട, ടഫ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ടഫാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം വരെ നമ്മുടെ വീഡിയോ കാണാം, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സും നിങ്ങൾക്ക് അറിവിലേക്ക് ആവശ്യമായതും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ട അതേ കാര്യം തന്നെയാണ്, പുതിയ സിലബസ് ആണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് റെഫറൻസ് പോലും ഇല്ല, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല, അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് അറിയില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് അറിയില്ല, ഒന്നും തന്നെ അറിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ആ ഒരു ഉഴപ്പൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ പഠിക്കണമെന്നോ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നോ പുതിയ സിലബസ് ആണ്, അതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടെന്നോ അതൊന്നും നമ്മുടെ മൈൻഡിൽ ഇതുവരെ വന്നില്ല. അതല്ലേ സത്യം, സത്യം പറഞ്ഞു വേണം, അതല്ലേ സത്യം. നമുക്കിതുവരെ ചൂട് വന്നിട്ടില്ല, ശരിയാണ്. അപ്പോൾ ആ ചൂട് നമുക്ക് വരണം. അത് വരാത്തിടത്തോളം കാലം നമുക്ക് പരീക്ഷ ടഫ് തന്നെയായിരിക്കും. മൂന്നാമത്തെ കാര്യം, മാറി വന്ന പാറ്റേൺ ആണ്, മാറി വന്ന സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മാറി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പം 2-3 വിവാദങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മൊത്തമായിട്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷാ പേപ്പർ കുറച്ചുകൂടെ ടഫ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോകും, അത് ഉറപ്പാണ്. ഇനി മറ്റൊരു കാര്യം, സാർ 9ാം ക്ലാസ് അല്ലേ, ഞങ്ങൾ എന്തായാലും പാസ്സായി പോകും, SLCയിലേക്ക് എത്തും, ഡോണ്ട് വറി, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അടുത്ത വർഷത്തെ 10ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്കും മാറിയിട്ടുണ്ട്, മാറാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രശ്നം വരും. നെവർ മൈൻഡിൽ വിടും. പിന്നെ നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടാവില്ല, നല്ല മാർക്കും ഉണ്ടാവില്ല, ഒന്നും സ്കോർ ചെയ്യാനും പറ്റില്ല, എല്ലാം കൂടെ തോൽവിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും 10ാം ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. മാക്സിമം പിടിക്കാൻ നോക്കണം. 9ാം ക്ലാസ് തന്നെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട കാര്യം അതാണ്, നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. ഏതൊക്കെ സബ്ജക്റ്റുകൾ തീർന്നു, ഇനി എത്ര സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, പഠിച്ച് തുടങ്ങാനുണ്ട്, ടഫായുള്ള സബ്ജക്റ്റ് ഏതാണ്, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കൂടുതൽ ഏതാണുള്ളത്, കുറവ് ഏതാണുള്ളത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ടീച്ചേഴ്സിനോട് ഇങ്ങനെ ചോദിക്കണം. അതിനൊക്കെ ഞങ്ങൾ ഏഗൺ കൂടെയുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഏഗണിൻ്റെ ചാനലിൽ ഇനി വരുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഒരു നല്ലൊരു ന്യൂ ഇയർ പ്ലാനോട് കൂടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാക്കണം. ഇനി നല്ലപോലെ ഞാൻ പഠിക്കും, എല്ലാ സബ്ജക്റ്റും നല്ലപോലെ ക്ലിയർ ചെയ്യും, മാത്രമല്ല ഇനി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടെ പോകുന്നൊക്കെ ആ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് വേണം പോകാൻ. കാരണം 10ാം ക്ലാസ്സിനേക്കാൾ ഏറെ പഠിക്കാനുള്ള ഒരു സിലബസ് ആണ് 9ാം ക്ലാസ്സിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് മാത്രമാണ്. നിങ്ങൾ ഏത് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കൂ, 9ലാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും വലിയ സിലബസ് പഠിക്കുന്നത് നിലവിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം നിങ്ങൾ ആ ഒരു സിലബസിനും എക്സാമിനൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടണം. മാത്രമല്ല വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്താണോ വേണ്ടത് അത് താഴെ അങ്ങ് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് തരും. അത് ലൈവ് ആയിക്കോട്ടെ, കോണ്ടന്റ് വീഡിയോസ് ആയിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണണം, കണ്ടിരിക്കണം. താങ്ക് യു, ബൈ, സീ യു.